ഈയിടെ വായിച്ച ബിഷപ്പ് തോമസ് ചാക്യാത്തിന്റെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് സ്നേഹപൂർവ്വം എന്ന പുസ്തകമാണിത്. മാർ ലൂയിസ് പബ്ലിക്കേഷൻസ് 2013 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. തോമസ് ചാക്യാത്ത് 1937 സെപ്റ്റംബറിൽ കറുകുറ്റിയിൽ ജനിച്ചു. എറണാകുളം അതിരൂപതയുടെ വികാരി ജനറലായും KCBC കമ്മീഷൻ അംഗമായും വൈദിക സെനറ്റിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. പ്രധാന കൃതികൾ സഭയുടെ സാമൂഹ്യ ദർശനം, തുറന്ന കത്തുകൾ, ഓർമ്മയുടെ കൊട്ടാരം, ഉണർവിന്റെ കീർത്തനം എന്നിവയാണ്. ബിഷപ്പിന്റെ എളിയൊരു സംഭാവനയാണ് ഈ കൊച്ചു പുസ്തകം. ഈ പുസ്തകം വൈദിക ഇടപെടലിനെയും ആ ഇടപെടലിന്റെ മഹത്വത്തിനെയും വരച്ചു കാണിക്കുന്നു. മാത്രമല്ല, ഈ പുസ്തകത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ എളിമയും ലാളിത്യവും എടുത്തു കാണിക്കുന്നു. ത്യാഗത്തിന്റെ മഹനീയത പ്രഭാത നക്ഷത്രത്തെ പോലെ പ്രസരിപ്പിച്ചുകൊണ്ട് ചേരിയിലെ പാവങ്ങൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ച താല്പര്യവും എളിമയും മനുഷ്യരാശിക്ക് സന്ദേശമാണ് എന്ന് തോമസ് ചാക്യാത്ത് ഈ പുസ്തകത്തിൽ പറയുന്നു. 8 അധ്യായങ്ങളിലായിട്ടാണ് ബിഷപ്പ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് സ്നേഹപൂർവ്വം എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. പല അധ്യായങ്ങളിലും ബിഷപ്പ് ഫ്രാൻസിസ് പാപ്പായുടെ വിനയം വരച്ചു കാണിക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. സാൻ മാർത്തയുടെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന സ്വിറ്റ്സ് ഗാർഡിന് ചൂടുള്ള ചായയും സാൻഡ്വിച്ചും ഫ്രാൻസിസ് പാപ്പ നൽകിയത് അന്ന് വലിയ വാർത്തയായിരുന്നു. തോമസ് ചാക്യാത്ത് മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തുകളാണ് ഈ പുസ്തകത്തിൽ. മാറ്റങ്ങളുടെ വേലിയേറ്റം എന്ന 2ാമത്തെ അധ്യായത്തിൽ പാപ്പായുടെ വിനയത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് പറയുന്നു. 2013 മാർച്ച് 13 മാർപ്പാപ്പയായി നിശ്ചയിച്ചുറപ്പിച്ചപ്പോൾ വിനയാന്വിതനായി നിന്ന കാഴ്ച ആർക്കും മറക്കാനാവില്ല എന്ന് പറയുമ്പോൾ തന്നെ താനൊന്നുമല്ല എന്ന വിനയം അവിടെ കാണാം. എല്ലാവരെയും ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും പൂർണ്ണതയിൽ കൊണ്ടുവരിക എന്ന വലിയൊരു ദൗത്യമാണ് പാപ്പയുടെ മനസ്സ് നിറയെ. പാപ്പയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ബിഷപ്പ് അധ്യായം ചുരുക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ മനുഷ്യത്വം പൂക്കുന്ന കാലം, ദൈവം കടന്നുവരുന്ന വഴികൾ, വലിയ സ്വപ്നം, നവീകരണത്തിന്റെ കുളിർക്കാറ്റ്, ക്രൈസ്തവ ആത്മീയതയ്ക്ക് മിനുക്കുപണി, മതസംഗമത്തിന്റെ സൗന്ദര്യം. ഇതിൽ ഓരോന്നും ഫ്രാൻസിസ് പാപ്പായ്ക്കുള്ള കത്തുകൾ ആണ്. ഓരോ കത്തിലും പാപ്പയോടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായി കാണുന്നത്. മനുഷ്യത്വം പൂക്കുന്ന കാലമെന്നതിൽ സഭ ഈ പുതിയ വസന്തം സൃഷ്ടിക്കാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ എളിമ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. വാർത്തയുടെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന സ്വിറ്റ്സ് ഗാർഡിന് ചൂടുള്ള ചായയും സാൻഡ്വിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുക്കുന്നത് വലിയ വാർത്തയായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു പെരുമാറ്റ ശൈലിയാണ് വളരെ ലളിതമായി ആ കൊച്ചു പ്രവൃത്തിയിലൂടെ പാപ്പ കാണിച്ചു തന്നത്. ബിഷപ്പ് തോമസ് ചാക്യാത്ത് വളരെ പ്രാധാന്യം നൽകിയാണ് ഈ വാർത്ത തന്റെ പുസ്തകത്തിൽ രചിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പുസ്തകമാണിത്. എല്ലാവരും കഴിയുന്നതുപോലെയൊക്കെ ഈ പുസ്തകം വായിക്കുക. നന്ദി.